നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയെ ഇളക്കി മറിച്ചുകൊണ്ട് തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് വിജയ് സഞ്ചരിച്ചിരുന്ന കാറ് ആരാധക ആവേശത്തിൽ പൂർണ്ണമായും തകർന്നു എന്ന വാർത്ത പുറത്തുവരുന്നുണ്ട്. താൻ നായകനാകുന്ന പുതിയ ചിത്രം ദി ഗോഡിന്റെ ചില ഭാഗങ്ങളുടെ ചിത്രീകരണത്തിനായാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗത്തിലെത്തിയ വിജയെ കാത്ത് ആഭ്യന്തര ടെർമിനൽ ആരാധകരുടെ വൻ കൂട്ടമാണ് കാത്തുനിന്നത്. വൻ പോലീസിന്റെ സന്നാഹം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ പണിപ്പെട്ടാണ് വിജയുടെ കാറ് മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞത്. ഹോട്ടലിൽ എത്തിയതിന് ശേഷമുള്ള വിജയുടെ കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കാറിന്റെ ചില്ല് തകർന്ന് ക്യാബിന് ഉള്ളിലേക്ക് വീണിട്ടുണ്ട്. ഡോറ് അടക്കം ചുളുങ്ങിയിട്ടുമുണ്ട്. നേരത്തെ ശ്രീലങ്കയിൽ ചിത്രീകരണം നിശ്ചയിച്ചിരുന്ന ഭാഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത്. ഇതിന് മുന്നോടിയായി സംവിധായകൻ വെങ്കട് പ്രഭു ലൊക്കേഷൻ സന്ദർശനത്തിനായി നേരത്തെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും രാജ്യാന്തര വിമാനത്താവളവും ചിത്രത്തിന്റെ ലൊക്കേഷനുകളാണ്. ഇത് ആദ്യമായാണ് ഒരു വിജയ് ചിത്രം കേരളത്തിൽ ചിത്രീകരിക്കുന്നത്. 14 വർഷം മുൻപാണ് വിജയ് ഇതിനു മുൻപ് കേരളത്തിൽ വന്നത്. അത് കാവലൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിരുന്നു. ഒരു നോക്കു കാണാൻ വിമാനത്താവളത്തിൽ ആരാധകർ കാത്തിരുന്നത് 10 മണിക്കൂറിലേറെ നേരം. വിമാനത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് രാവിലെ 7 മുതൽ തന്നെ ആരാധകർ സ്ഥലത്തെത്തിയത്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വിജയ് എത്തിയത് വൈകിട്ട് 5-നും. എന്നാൽ കാത്തിരിപ്പിന്റെ മുഷിപ്പ് തീരെയില്ലാതെ ആരാധകർ വിജയ്ക്ക് ഒരുക്കിയത് ഗംഭീര സ്വീകരണവും. ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയും പൂക്കൾ എറിഞ്ഞും ആർപ്പ് വിളിച്ചും അവർ പ്രിയ താരത്തെ വരവേറ്റുകയായിരുന്നു. ക്ലീൻ ഷേവ് ലുക്കിൽ ലൈറ്റ് കളർ ഫുൾ സ്ലീവ് ഷർട്ട് അണിഞ്ഞാണ് വിജയ് എത്തിയത്. സാധാരണത്തിലും കൂടുതലായി മുടി വളർത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരാധകർ തന്നെയാണ് പറയുന്നത്. കാറിന്റെ റൂഫ് വിൻഡോയിലൂടെ കൈകൾ കുപ്പി വിജയ് ആരാധകർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് തിരക്ക് കടന്ന നഗരത്തിലെ ഹോട്ടലിലേക്ക് യാത്രയാവുകയും ചെയ്തിരുന്നു. മീനാക്ഷി ചൗധരി നായികയാവുന്ന സിനിമയിൽ പ്രഭുദേവ, പ്രശാന്ത്, ലൈല, സ്നേഹ, ജയറാം, അതുപോലെ തന്നെ അജ്മൽ, യോഗി ബാബു, VTV ഗണേഷ്, വൈഭവ്, പ്രേംജി, അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ജയറാം ചിത്രത്തിലുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാണ്. AR മുരുകദോസിന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ തുപ്പാക്കിയിലാണ് ഇതിനു മുൻപ് വിജയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചത്. അതേസമയം ലിയോയുടെ വൻ വിജയത്തിന് ശേഷമുള്ള വിജയ് ചിത്രം എന്ന നിലയിലും കോളിവുഡ് നിലവിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമ കൂടിയാണ് ഇത്.